Hello students, welcome back to our class. So നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എംപ്ലോയ്മെൻറ്റ് കമ്മ്യൂണിക്കേഷൻ എന്ന ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫ്രം ദ പേപ്പർ പ്രൊഫഷണൽ IT ഓഫ് BCA. സോ നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് എംപ്ലോയ്മെൻറ്റ് കമ്മ്യൂണിക്കേഷൻ ഏതൊക്കെ പ്രോസസ്സിലൂടെ നടക്കാൻ പറ്റും. ആ പ്രോസസ്സാണ് ജോബ് ഇൻ്റർവ്യൂ, CV, റെസ്യൂമേ എന്നൊക്കെ പറയുന്നത്. ആ കാര്യങ്ങളൊക്കെ എന്തൊക്കെയെന്നുള്ളതൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ എന്താണ് എംപ്ലോയ്മെൻറ്റ് കമ്മ്യൂണിക്കേഷൻ? ആസ് എ നെയിം ഇൻഡിക്കേറ്റ് എംപ്ലോയ്മെൻറ്റ് തമ്മിലുള്ളൊരു കമ്മ്യൂണിക്കേഷനാണ് എംപ്ലോയ്മെൻറ്റ് കമ്മ്യൂണിക്കേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു പ്രൊഫഷണൽ കമ്മ്യൂണിക്കേഷനാണ്, കുറച്ചും കൂടി പ്രൊഫഷണലായിട്ട് വരുന്ന കമ്മ്യൂണിക്കേഷനാണ് എംപ്ലോയ്മെൻറ്റ് കമ്മ്യൂണിക്കേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഒരു റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സിനൊക്കെ പോകുന്ന ടൈമിൽ ജോബ് സീക്കർ എന്ന് പറയുമ്പോൾ ആരാണ് ഒരു റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സിലോട്ട് പോകുന്നത് അവരിനാണ് ജോബ് സീക്കർ എന്ന് പറയുന്നുണ്ടാവുക. ആൻഡ് അവിടുത്തെ എംപ്ലോയർ ഉണ്ടാകും. ആ ജോബ് സീക്കറും എംപ്ലോയറും തമ്മിലുള്ളൊരു കമ്മ്യൂണിക്കേഷനെയാണ് നമ്മൾ പ്രൊഫഷണൽ കമ്മ്യൂണിക്കേഷനെയാണ് എംപ്ലോയ്മെൻറ്റ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞ് നടക്കുന്നുണ്ടാവുക. ഈ എംപ്ലോയ്മെൻറ്റ് കമ്മ്യൂണിക്കേഷനിലൂടെ നമുക്ക് അറിയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ വരുന്ന ജോബിന് വരുന്ന അല്ലെങ്കിൽ ഇൻ്റർവ്യൂവിന് വരുന്ന ആളിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ആണ്. ഇപ്പോൾ നിങ്ങളൊരു ഇൻ്റർവ്യൂവിന് എയും ബിയും എന്ന രണ്ട് ആൾക്കാരെന്നുണ്ടെങ്കിൽ ബി അവിടുത്തെ ഒരു മാനേജറാണ്, എ എന്നൊരു പേഴ്സൺ സ്റ്റുഡൻറ്റ് ഉണ്ടെന്ന് വിചാരിക്കുക. ഇൻ്റർവ്യൂവിന് വരുന്ന ടൈമിൽ ആ വരുന്ന ആളിനെ കുറിച്ചുള്ള നോളേജ് എന്ന് പറയുന്നത് ചിലപ്പോൾ അവിടെ ഇൻ്റർവ്യൂ ചെയ്യുന്ന ആൾക്കാർക്ക് ഉണ്ടാവില്ല. സോ അവർക്ക് വരുന്ന ആളിനെ കുറിച്ചുള്ള ഒരു നോളേജ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷനാണ് ഏതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എംപ്ലോയ്മെൻറ്റ് കമ്മ്യൂണിക്കേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ നമുക്ക് നോർമലി ഒരു പറയുകയാണെന്നുണ്ടെങ്കിൽ റെസ്യൂമൊക്കെയാണ്, CV റെസ്യൂമൊക്കെയാണ് എംപ്ലോയ്മെൻറ്റ് കമ്മ്യൂണിക്കേഷനിൽ മെയിനായിട്ട് വരുന്നത്. സെൽഫ് ഇൻട്രൊഡക്ഷൻ, ഇൻ്റർവ്യൂ കാര്യങ്ങളൊക്കെ നമുക്ക് അതിലൂടെ മനസ്സിലാവാം. ഒരാളൊരു റെസ്യൂമെ ഇട്ട് അല്ലെങ്കിൽ CV കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അവരെ എന്താണ്, അവരുടെ എഡ്യൂക്കേഷൻ എന്താണ്, അവരുടെ എയിം എന്താണ്, അവർക്ക് ഏതിലാണ് സ്കില്ലുള്ള കാര്യങ്ങൾ ഈച്ച് ആൻഡ് എവറിത്തിങ് മനസ്സിലാക്കാൻ പറ്റും. സോ ആ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് എംപ്ലോയ്മെൻറ്റ് കമ്മ്യൂണിക്കേഷൻ യൂസ് ചെയ്യുന്നത്. ഈ എംപ്ലോയ്മെൻറ്റ് കമ്മ്യൂണിക്കേഷന് വരുന്നതാണ് റെസ്യൂമെ, CV, കവർ ലെറ്റർ, ജോബ് ആപ്ലിക്കേഷൻ ആൻഡ് ഇൻ്റർവ്യൂ കമ്മ്യൂണിക്കേഷൻസ് എന്ന് പറയുന്നത്. ഇനി എന്താണ് ഒരു എംപ്ലോയ്മെൻറ്റ് കമ്മ്യൂണിക്കേഷൻ്റെ അല്ലെങ്കിൽ എംപ്ലോയബിലിറ്റിൻ്റെ റോൾ എന്താണെന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് വൺ ആണ് ക്രിയേറ്റ് എ ഗുഡ് ഫസ്റ്റ് ഇംപ്രഷൻ. ഒരു ഫസ്റ്റ് ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്യലാണ് ശരിക്കും ഒരു എംപ്ലോയി കമ്മ്യൂണിക്കേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ഇൻ്റർവ്യൂവിന് വരുന്ന ടൈമിൽ നമ്മളൊരു റെസ്യൂമേ കൊടുക്കുമ്പോൾ ആ റെസ്യൂമേ ആയിരിക്കും അവർ ആദ്യമായിട്ട് വായിക്കുന്നുണ്ടാവാം. അപ്പോൾ നമുക്ക് അവർക്ക് റെസ്യൂമേ കാണുമ്പോൾ തന്നെ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ ഉണ്ടാകും. നല്ല റെസ്യൂമേ ആണെങ്കിൽ കുറേ അതിന് വേണ്ട സ്കിൽസ്, നമ്മളിപ്പോൾ ഒരു ജോബാണെങ്കിൽ ആ ജോബിന് വേണ്ട സ്കിൽസൊക്കെ ആ റെസ്യൂമിലുണ്ടെങ്കിൽ ആ റെസ്യൂമേ ഉണ്ടെങ്കിൽ അവർക്ക് കുറച്ച് ഇംപ്രഷൻ വരും. നമുക്ക് വേണ്ട ആളാണ്, നെക്സ്റ്റ് ലെവലിലോട്ട് നമുക്കിത് കുറച്ചും കൂടി എളുപ്പത്തിൽ ഇയാളായിട്ട് പോകാൻ പറ്റുന്നൊരു ഫസ്റ്റ് ഇംപ്രഷൻ ഉണ്ടാക്കൽ നമുക്ക് ഈ എംപ്ലോയി കമ്മ്യൂണിക്കേഷൻ കൊണ്ട് ചെയ്യാൻ പറ്റും. അതുപോലെ നമ്മുടെ സ്കിൽസിനെ പ്രസൻറ്റ് ചെയ്യാനായിട്ട് നമുക്ക് എന്തൊക്കെ സ്കിൽസ് ഉണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാനായിട്ട്, ടെക്നിക്കൽ സ്കില്ലാണെങ്കിലും സോഫ്റ്റ് സ്കില്ലാണെങ്കിലും നമ്മുടെ പ്രൊജക്റ്റിനെ കുറിച്ചും അച്ചീവ്മെൻറ്റ്സിനെ കുറിച്ചൊക്കെ ആ ഒരാൾക്ക് മനസ്സിലാക്കാനായിട്ട് ഇതിൽ ഈ എംപ്ലോയി കമ്മ്യൂണിക്കേഷനോട് സാധിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ഒരു ടെക്നിക്കൽ കോൺസെപ്റ്റിനെ ഭയങ്കര കോൺഫിഡൻ്റ് ആയിട്ട് നമുക്ക് പറയാനായിട്ട് നമുക്ക് ഈ എംപ്ലോയി കമ്മ്യൂണിക്കേഷൻ, ഒരാൾ നല്ലൊരു രീതിയിൽ ഇൻ്റർവ്യൂ പ്രസൻറ്റ് ചെയ്യാൻ പറ്റുന്ന ആളാണെന്നുണ്ടെങ്കിൽ, ഇൻ്റർവ്യൂ എന്നൊക്കെ പറയുന്നത് ഈ എംപ്ലോയി കമ്മ്യൂണിക്കേഷനിൽ വരുന്നതല്ലേ. അപ്പോൾ ഇത് നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഭയങ്കര കോൺഫിഡൻ്റ് ആയിട്ട് നമ്മുടെ എന്താണ് നമ്മളെന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യലൊക്കെ ഭയങ്കര എളുപ്പത്തിൽ സാധിക്കും. സോ അതൊക്കെ നമുക്ക് ഇതിൻ്റെ ഒരു റോളായി പറയാൻ പറ്റും. അതുപോലെ തന്നെ പ്രൊഫഷണൽ ഇൻട്രാക്ഷൻസ്, ഇമെയിലും ഫോൺ നമ്പറും, അതുപോലെ തന്നെ ഓൺലൈൻ മീറ്റിംഗ് ബിൽഡ് ട്രസ്റ്റ് ആൻഡ് ക്രെഡിറ്റബിലിറ്റി ഒക്കെ നമുക്കിതിൽ റോൾ ഓഫ് കമ്മ്യൂണിക്കേഷനിൽ പറയാൻ പറ്റും. കോൺഫിഡൻസ് കൂട്ടാനും നമ്മുടെ കരിയർ ഗ്രോത്തിനെ സപ്പോർട്ട് ചെയ്യാനായിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, ഈ എംപ്ലോയി കമ്മ്യൂണിക്കേഷൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഡിഫറെൻറ്റ് കമ്പോണൻസ് വരുന്നുണ്ട്, അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് എംപ്ലോയി കമ്മ്യൂണിക്കേഷൻ വരുന്നുണ്ട്. അതിൽ ഫസ്റ്റ് വൺ ആണ് വേർബൽ കമ്മ്യൂണിക്കേഷൻ, സെക്കൻഡ് വൺ ആണ് റിട്ടൺ കമ്മ്യൂണിക്കേഷൻ, തേർഡ് വൺ ആണ് നോൺ വേർബൽ കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ പറയുന്നത്. വെർബൽ കമ്മ്യൂണിക്കേഷൻ നമ്മൾ ഓൾറെഡി കമ്മ്യൂണിക്കേഷൻ എന്ന പാർട്ട് ഡിസ്കസ് ചെയ്താണ് ഈ വെർബൽ എന്താ, റിട്ടേൺ എന്താ, നോൺ വെർബൽ എന്താ, ഡിജിറ്റൽ എന്താന്നുള്ളതൊക്കെ. വെർബൽ എന്ന് പറയുന്നത് സ്പീക്ക് ചെയ്തിട്ട് സംസാരിക്കുന്നതിലൂടെ വരുന്നൊരു കമ്മ്യൂണിക്കേഷനാണ് വേർബൽ കമ്മ്യൂണിക്കേഷൻ. ഇപ്പം ഞാൻ നിങ്ങൾക്ക് ക്ലാസ് എടുക്കുന്നത് ഒരു വേർബൽ കമ്മ്യൂണിക്കേഷനാണ്. കമ്മ്യൂണിക്കേഷൻ പറയുന്നത് എൻ്റെ ഒരു ഐഡിയ അല്ലെങ്കിൽ എൻ്റെ ഒരു
എൻ്റെ കാര്യങ്ങൾ മറ്റുള്ള ഒരാൾക്ക് പറഞ്ഞു കൊടുക്കുന്നതിനാണ്, അല്ലെങ്കിൽ മറ്റുള്ള ആൾക്ക് മനസ്സിലാക്കിപ്പിക്കലാണ് കമ്മ്യൂണിക്കേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ നമ്മളൊരു വേർബൽ അല്ലെങ്കിൽ നമ്മളൊരു സ്പീക്കിംഗ് യൂസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഗ്രൂപ്പ് ഡിസ്കഷനോ ഇൻ്റർവ്യൂവിലോ അല്ലെങ്കിൽ പ്രസൻറ്റേഷനൊക്കെ വെച്ചിട്ട് അല്ലെങ്കിൽ മീറ്റിംഗ് ഒക്കെ വെച്ചിട്ട് വരുന്ന ഒരു സ്പീക്കിംഗ് ത്രൂ കമ്മ്യൂണിക്കേറ്റ് ചെയ്യലാണ് വേർബൽ കമ്മ്യൂണിക്കേഷനിൽ വരുന്നത്. അപ്പോൾ നമുക്ക് അതിന് വേണ്ട സ്കിൽസ് എന്ന് പറയുന്നത് കോൺഫിഡൻറ്റ് വേണം. നമ്മൾ കോൺഫിഡൻ്റ് ആണെങ്കിലാണ് നമ്മൾ പറയുന്നത് അവർ കേൾക്കാനും അല്ലെങ്കിൽ അവർക്കത് മനസ്സിലാക്കാനും നമ്മളെങ്ങനെയാണോ പ്രസൻറ്റ് ചെയ്യുന്നത് ആ പ്രസൻറ്റ് ചെയ്യുന്ന രീതിയിലായിരിക്കും ഓപ്പോസിറ്റ് ആൾ മനസ്സിലാക്കുന്നുണ്ടാവുക. ഇപ്പോൾ ഒരു പ്രൊഫഷണൽ മീറ്റിംഗ് ഒക്കെ ആകുമ്പോൾ നമ്മൾ പ്രൊഫഷണൽ രീതിയിൽ വേണം സംസാരിക്കാനായിട്ട്. അപ്പോൾ നല്ലൊരു പ്രൊഫഷണൽ രീതിയിൽ സംസാരിക്കാനുള്ള കോൺഫിഡൻറ്റ് വേണം, ക്ലിയർ വോയിസ് വേണം, നല്ല പ്രൊനൗൺസിയേഷൻ വേണം, അതുപോലെ തന്നെ ആക്റ്റീവ് ലിസണിങ്. സോ ഈ ഒരു സ്കിൽസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വെർബൽ കമ്മ്യൂണിക്കേഷൻ നല്ല രീതിയിൽ ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് വൺ ആണ് റിട്ടേൺ കമ്മ്യൂണിക്കേഷൻ. റിട്ടേൺ കമ്മ്യൂണിക്കേഷൻ പറയുമ്പോൾ കമ്മ്യൂണിക്കേഷൻ ത്രൂ റൈറ്റിങ്ങിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. എൻ്റെ എന്താണ് ഞാൻ എന്താണെന്നുള്ളത് ഒരു ഓപ്പോസിറ്റ് ആളിനെ മനസ്സിലാക്കുന്നത് ത്രൂ റൈറ്റിംഗ് ആണെങ്കിൽ. റൈറ്റിംഗ് പറയുമ്പോൾ നമുക്ക് ഈ പ്രൊഫഷണലിൻ്റെ കേസിൽ അല്ലെങ്കിൽ ഒരു എംപ്ലോയിൻ്റെ കേസിൽ വരുന്ന കാര്യങ്ങളാണ് റെസ്യൂമേ, ഇമെയിൽ, റിപ്പോർട്ട്, കവർ ലെറ്റേഴ്സ് ഒക്കെ പറയണത്. അപ്പോൾ അതൊക്കെയാണ് റിട്ടേൺ കമ്മ്യൂണിക്കേഷനിൽ വരുന്നത്. അങ്ങനെ റിട്ടേൺ കമ്മ്യൂണിക്കേഷനിൽ ക്ലിയർ ആയിരിക്കണം, വെൽ ഓർഗനൈസ്ഡ് ആയിരിക്കണം, നല്ല ഗ്രാമർ ഉണ്ടാകണം, പ്രൊഫഷണൽ ടോൺസ് ഒക്കെ ഏതിൽ വരുന്നതും റിട്ടേൺ കമ്മ്യൂണിക്കേഷനിൽ വരുന്ന മെയിൻ ഒരു സ്കിൽസാണ്. നെക്സ്റ്റ് വൺ ആണ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ. നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ പറഞ്ഞത് സ്പീക്കിംഗ് അല്ലാത്ത കമ്മ്യൂണിക്കേഷൻ. വെർബൽ എന്ന് പറയുമ്പോൾ സ്പീക്കിംഗ് ആണ്. ഇപ്പോൾ നോൺ വെർബൽ എന്ന് പറയുമ്പോൾ സ്പീക്കിംഗ് അല്ലാത്ത കമ്മ്യൂണിക്കേഷനാണ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ പറയുക. ഇപ്പോൾ ഐ കോണ്ടാക്റ്റ്, ഫേഷ്യൽ എക്സ്പ്രഷൻ, ബോഡി പോസ്റ്റർ, ഹാൻഡ് ഗസ്റ്ററൊക്കെ ഭയങ്കര വലിയ രീതിയിൽ വരുന്ന ഒരു നോൺ വെർബൽ കമ്മ്യൂണിക്കേഷനാണ്. നമ്മളിപ്പോൾ ഒരു ഇൻ്റർവ്യൂവിന് പോകുന്ന ടൈമിൽ നമ്മൾ ഐ കോണ്ടാക്റ്റ് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നു. ഒരു പേഴ്സൺ ഫ്രണ്ടിൽ ഇരിക്കുകയാണ്, ആ ഇരിക്കുന്ന പേഴ്സണിന് നമ്മളിപ്പോൾ ഒരു ഇൻ്റർവ്യൂ ചെയ്യുന്ന ടൈമിൽ 4 പേര് പാനലിലുണ്ട്. നമ്മൾ ഒരാൾ നോക്കി സംസാരിക്കുന്ന ടൈമിൽ അവിടെ ഒരു ബാഡ് ഇമ്പ്രഷനൊക്കെ അടിക്കുക. നമ്മളൊരു ഇൻ്റർവ്യൂവിന് പോകുന്ന ടൈമിൽ ഒരു 4 പേര് പാനലുണ്ടെങ്കിൽ 4 പേരിലോട്ട് നമ്മുടെ ഐ കോണ്ടാക്റ്റ് പോകണം. അതുപോലെ തന്നെ ഫേഷ്യൽ എക്സ്പ്രഷൻ നല്ലതായിരിക്കണം. പിന്നെ നമ്മളിപ്പോൾ ഒരു ഇരിക്കുന്ന ടൈമിൽ വെറുതെ ഭയങ്കര വീട്ടിൽ നമ്മളിപ്പോൾ ഫിലിം കണ്ട് ഇരിക്കുന്ന പോലെ ഒന്നും ഇരിക്കാതെ നല്ല രീതിയിൽ സ്പൈനൊക്കെ നല്ല സ്ട്രെയിറ്റ് ആക്കി വെച്ച് നമ്മളിപ്പോൾ ടേബിളിലൊന്നും ഇങ്ങനെ കൈ വെച്ച് ഈ കൈയൊന്നും വേറെ ഒന്നും ചെയ്യാതെ ഭയങ്കര നല്ല രീതിയിൽ നീറ്റായിരുന്നിട്ട് വേണം ചെയ്യാനായിട്ട്. സോ അതൊക്കെയാണ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷനിൽ വരുന്നത്. നെക്സ്റ്റ് ആണ് ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ. ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ ത്രൂ ഇമെയിൽ, ഗൂഗിൾ മീറ്റ്, മൈക്രോസോഫ്റ്റ് ടീംസ്, സൂം ഒക്കെയാണ് ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ വരുന്നത്. നമ്മളിപ്പോൾ ഒരു ജോബിലോട്ട് നമ്മളിപ്പോൾ ഒരു ആപ്ലിക്കേഷൻ അയക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ ചെയ്യുന്നത് ഇമെയിൽ ത്രൂ ആയിരിക്കും. സോ ആ ടൈപ്പ് ഓഫ് കമ്മ്യൂണിക്കേഷൻസ് ഒക്കെയാണ് ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷനിൽ വരുന്നത്. നെക്സ്റ്റ് വൺ ആണ് ഇൻ്റർപേഴ്സണൽ ലിസണിങ് ആൻഡ് പ്രസൻറ്റേഷൻ സ്കിൽസ് എന്ന് പറയുന്നത്. ഒരു പ്രൊഫഷണൽ കമ്മ്യൂണിക്കേഷനിൽ വേണ്ട അല്ലെങ്കിൽ ഒരു എംപ്ലോയി കമ്മ്യൂണിക്കേഷനിൽ വേണ്ട 3 കാര്യങ്ങളാണ് ഇൻ്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ, അതുപോലെ തന്നെ ലിസണിങ് സ്കില്ല്, പ്രസൻറ്റേഷൻ സ്കിൽ എന്നൊക്കെ പറയുന്നത്. ലിസണിങ് സ്കിൽ എന്ന് പറയുമ്പോൾ ഒരു ലിസണിങ് കെയർഫുള്ളി ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് അതേഴ്സ് ലീഡ് ടു ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ്, ഫിയർ മിസ്റ്റേക്ക്, ബെറ്റർ ടീം വർക്ക് ആൻഡ് ബെറ്റർ പ്രോബ്ലം സോൾവിങ്. നമ്മളിപ്പോൾ ഒരു കമ്പനി പോവുകയാണെന്നുണ്ടെങ്കിൽ അവിടെ വർക്ക് ചെയ്യുന്നത് ആസ് എ ടീമായിട്ടായിരിക്കും. ഒരു ടീം ഉണ്ടാവും. ഇത് സോഫ്റ്റ്വെയർ ആണെങ്കിലും ഏതൊരു ഇതിലോട്ട് പോവുകയാണെങ്കിലും ഒരു ടീമായിട്ടായിരിക്കും വർക്ക് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ നമ്മളിപ്പോൾ ലിസണിങ് എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് വേണ്ട കാര്യമാണ്. ഒരാൾ എന്താണ് പറയുന്നത്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഒരു ജൂനിയർ ഡെവലപ്പർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് സീനിയർ ഡെവലപ്പർ ഉണ്ടാകും. ആ സീനിയർ ഡെവലപ്പർ പറയുന്ന കാര്യങ്ങൾ എന്താണെന്ന് നല്ല രീതിയിൽ ലിസൺ ചെയ്യുന്നതാണ് നമുക്ക് മിസ്റ്റേക്ക് ഇല്ലാതെ നെക്സ്റ്റ് പ്രോസസ്സിലോട്ട് പോകാനും. ഇൻ കേസ് എന്തെങ്കിലും മിസ്റ്റേക്ക് വരുത്തിയാൽ അവരത് ക്ലിയർ ചെയ്യുന്ന ടൈം നമ്മൾ പക്ക ലിസൺ ചെയ്തിരിക്കണം. സോ ലിസണിങ് എന്ന് പറയുന്നത് പ്രൊഫഷണൽ എഡ്യൂക്കേറ്റിൽ ഭയങ്കര വേണ്ട ഒരു കാര്യമാണ്. അതുപോലെ തന്നെയാണ് ഇൻ്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഇൻ്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു ടീമായിട്ടായിരിക്കും നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ടാവുക. ആ ടീമിലുള്ള ആൾക്കാരായിട്ട് നല്ലൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവണം. നല്ലൊരു റിലേഷൻഷിപ്പ് ശരിക്കും നമ്മളൊരു ഒരു ടീമിന് ഡെവലപ്പ് ചെയ്യണം. കാരണം നിങ്ങളൊരു ടീമാണ്, നിങ്ങളെല്ലാവരും കൂടിയിട്ടാണ് ഒരു സാധനം ഡെവലപ്പ് ചെയ്യുന്നുണ്ടാവുക അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ നിങ്ങൾ ടീം വർക്ക് നല്ല സ്ട്രോങ് ആണെന്നുണ്ടെങ്കിൽ ആ നമുക്ക് വരുന്ന ഔട്ട്കം നല്ല സ്ട്രോങ് ആയിരിക്കും. സോ ഇൻ്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ് വൺ ആണ് പ്രസൻറ്റേഷൻ സ്കില്ല്. പ്രസൻറ്റേഷൻ സ്കില്ലുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മളിപ്പോൾ ഒരു പ്രൊജക്റ്റ് അല്ലെങ്കിൽ നമ്മളൊരു ടീം എന്തിനും ഡെവലപ്പ് ചെയ്തു, അത് നമ്മളിപ്പോൾ നമ്മളുടെ ക്ലയൻറ്റിലോട്ട് കൊടുക്കുന്ന ടൈമിൽ നമുക്കത് പ്രസൻറ്റ് ചെയ്തിട്ട് വേണം ചെയ്യാനായിട്ട്. ആ പ്രസൻറ്റ് ചെയ്യുന്ന ടൈമിൽ നമുക്ക് നല്ല കോൺഫിഡൻ്റ് ആയിരിക്കണം, നമ്മുടെ പോസ്റ്റർ സ്ട്രക്ചറൊക്കെ ഭയങ്കര റെഡി ആയിരിക്കണം, ക്ലിയർ വോയിസ് ആയിരിക്കണം. അപ്പോൾ ആ പ്രസൻറ്റേഷൻ സ്കില്ലും ഈ ഒരു എംപ്ലോയി കമ്മ്യൂണിക്കേഷനിൽ വരുന്ന കാര്യമാണ്. സോ അതൊക്കെയാണ് നമുക്ക് ഇൻ്റർപേഴ്സണൽ ലിസണിങ് ആൻഡ് പ്രസൻറ്റേഷൻ സ്കില്ലിൽ വരുന്നത്.
നെക്സ്റ്റ് വൺ ആണ് റെസ്യൂമെ ആൻഡ് കരിക്കുലം വിറ്റ്, ദാറ്റ് ഈസ് CV. സോ റെസ്യൂമെ നമ്മൾ ഇനി നെക്സ്റ്റ് സെഷൻ നമ്മൾ നോക്കാൻ പോകുന്ന ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോകുന്നതാണ് എന്താണ് റെസ്യൂമെ, എങ്ങനെ റെസ്യൂമെ ഡെവലപ്പ് ചെയ്യാൻ പറ്റും, എന്തൊക്കെ കാര്യങ്ങളാണ് റെസ്യൂമിൽ വേണ്ട കമ്പോണൻസ് എന്തൊക്കെയാണ്, എന്തൊക്കെ തെറ്റൊക്കെ റെസ്യൂമിൽ വരും, അത് നമ്മൾ എങ്ങനെ ചേഞ്ച് ചെയ്യുന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കുന്നുണ്ട് റെസ്യൂമെ കരിക്കുലം വിറ്റ്. ജസ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ റെസ്യൂമെ എന്ന് പറയുന്നത് ഒരു നമ്മുടെ എഡ്യൂക്കേഷൻ സ്കില്ലിനെ അല്ലെങ്കിൽ പ്രോജക്റ്റ് എക്സ്പീരിയൻസ് അച്ചീവ്മെൻറ്റ്സിനെയൊക്കെ ഹൈലൈറ്റ് ചെയ്യുന്ന ഒരു ഷോർട്ടായിട്ട് വരുന്ന ഡോക്യുമെൻ്റ് ആണ് റെസ്യൂമെ എന്ന് പറയുന്നത്. പക്ഷേ ഇൻ കേസ് ഓഫ് CV നോക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് വരുന്ന ഒരു കാര്യമാണ്. നമ്മുടെ എഡ്യൂക്കേഷനെ കുറിച്ച്, നമ്മുടെ റിസർച്ച്, സർട്ടിഫിക്കറ്റ്, പബ്ലിക്കേഷനെ കുറിച്ച് കുറച്ചും കൂടി എക്സ്പ്ലെയിൻ ആയിട്ട് വരുന്ന, കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് വരുന്നതാണ് CV എന്ന് പറയുന്നത്. 1 to 2 പേജസ് ആണ് റെസ്യൂമെ എങ്കിൽ 2 to 3 പേജസ് അടക്കം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു CVയിൽ ആഡ് ചെയ്യാൻ പറ്റും. ജോബ് ഓറിയൻറ്റഡ് ആണ് റെസ്യൂമെ എന്ന് പറയുമ്പോൾ, ജോബ് ഓറിയൻറ്റഡ് ആയിരിക്കും. ജോബ് ഓറിയൻറ്റഡ് പറയുമ്പോൾ ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പിങ്ങിലോട്ട് അങ്ങനെയൊക്കെ നമ്മളൊരു ജോബ് ഓറിയൻറ്റഡ് ആയിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുന്ന ടൈമിൽ റെസ്യൂമെ ആക്കി യൂസ് ചെയ്യുന്നുണ്ടാവാം. ഇപ്പോൾ അക്കാദമിക് ആൻഡ് പ്രൊഫഷണൽ, ഇപ്പോൾ നമുക്ക് ഹയർ സ്റ്റഡീസിലോട്ട് പോകണം, PhD എന്നൊക്കെ പ്രോസസ്സിലോട്ട് പോകണം, അപ്പോൾ നമുക്ക് റെസ്യൂമെ കൊടുക്കണം, നമുക്ക് CV കൊടുക്കണം. ആ CV അതൊക്കെയാണ് CVയിൽ വരുന്നത്. വേണ്ട സ്കിൽ റെസ്യൂമെ നോക്കുകയാണെങ്കിൽ റെലവൻറ്റ് സ്കിൽസ് മാത്രം കൊടുത്താൽ മതി, വേണ്ട സ്കിൽസ് മാത്രം കൊടുത്താൽ മതി. ഇപ്പോൾ CVയിൽ ആ സ്കിൽ നമ്മൾ എവിടെ നിന്ന് ഉണ്ടാക്കിയെന്ന് അടക്കം നമുക്ക് ഏതിൽ കൊടുക്കേണ്ടി വരും, CVയിൽ കൊടുക്കേണ്ടി വരും. സോ റെസ്യൂമെ ഈസ് കോമൺലി യൂസ്ഡ് ഇൻ കമ്പനീസ് ആൻഡ് CV ഈസ് കോമൺലി യൂസ്ഡ് ഇൻ ഹയർ സ്റ്റഡീസ് ആൻഡ് റിസർച്ച്. സോ ഇതൊക്കെയാണ് നമുക്ക് ഇന്നത്തെ സെഷനിൽ നോക്കാനുള്ളത്. എന്താണ് എംപ്ലോയ്മെൻറ്റ് കമ്മ്യൂണിക്കേഷൻ നോക്കി, അതിൻ്റെ റോൾ എന്തൊക്കെയാണെന്ന് നോക്കി, കമ്പോണൻസ് നോക്കി, അതിൽ വരുന്ന 3 മെയിൻ സാധനങ്ങളാണ് ഇൻ്റർപേഴ്സണൽ, ലിസണിങ് ആൻഡ് പ്രസൻറ്റേഷൻ സ്കില്ല്, അത് നോക്കി. ഇതിൽ വരുന്ന ഈ എംപ്ലോയ്മെൻറ്റ് കമ്മ്യൂണിക്കേഷനിലും വരുന്ന മെയിൻ 2 സാധനങ്ങളാണ് റെസ്യൂമും കരിക്കുലം വിറ്റും. അത് നമ്മൾ എന്താ ഡിഫറൻസ് നോക്കി. സോ ഇത് ക്ലിയറായി വിശ്വസിക്കുന്നു. നെക്സ്റ്റ് ക്ലാസ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത് എന്താണ് റെസ്യൂമെ, എങ്ങനെ റെസ്യൂമെ ഒരു റിട്ടേൺ ചെയ്യാം, അല്ലെങ്കിൽ അതിലെന്തൊക്കെ തെറ്റൊക്കെ വരാം, നമുക്കതെങ്ങനെ കറക്റ്റ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ നെക്സ്റ്റ് ക്ലാസ് നോക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, താങ്ക് യു സോ മച്ച്. നെക്സ്റ്റ് ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.